ഹായ്. അഭിനവ് സുന്ദർ നായക് സംവിധാനം ചെയ്ത് നെസ്ലിൻ പ്രധാന കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള മോളിവുഡ് ടൈം എന്ന സിനിമയെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. നെസ്ലിന്റെ കൂടെ ബേസിൽ ജോസഫ്, വിനീത് ശ്രീനിവാസൻ, ഷറഫുദ്ദീൻ, സംഗീത്, അതുപോലെ രാജേഷ് പ്രഭു, അൽതാഫ് സലീം, പിന്നെ ഗസ്റ്റ് റോളായിട്ട് വളരെ ചെറിയ ഗസ്റ്റ് റോളായിട്ട് ചന്തു, ഇത്രയും ആൾക്കാർ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ ഏകദേശം ഒരു 2.25 മണിക്കൂറോളം ഈ സിനിമ ഉണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് സിനിമയെ കുറിച്ച് പറയാനുള്ളത് പറഞ്ഞാൽ കുറച്ചധികം ലാഗായി പോയോ എന്നൊരു ഡൗട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഒരേ സംഭവം തന്നെ പല രീതിയിൽ എടുത്തെടുത്തെടുത്തെടുത്ത് ഇങ്ങനെ നീട്ടി കൊണ്ടുപോയി. ഇതൊരു 2 മണിക്കൂറിനുള്ളിൽ ഒതുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഒന്ന് വൃത്തിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. കാരണം നെസ്ലിനൊക്കെ ഇപ്പൊ നല്ല രീതിയിലൊക്കെ അഭിനയിച്ചിട്ട് വരുന്ന ഒരു നല്ലൊരു നടൻ തന്നെയാണ്. പിന്നെ സപ്പോർട്ടിംഗ് ആയിട്ട് അഭിനയിച്ചവരാണെങ്കിലും നല്ല രീതിയിലുള്ള ആൾക്കാർ തന്നെ. പക്ഷെ ഇത് കുറച്ചുകൊണ്ട് വലിച്ചു നീട്ടുക, അതിലിടക്ക് കുറച്ച് കോമഡി കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പലരും ശ്രമിക്കുന്നുണ്ട്. ഇതിന് വിനീത് ശ്രീനിവാസന്റെ റോളടക്കം ഏകദേശം ഒരു വലിയ കൊടീശ്വരനായിട്ടുള്ള ഒരു വിഡ്ഢി എന്നുള്ള രീതിയിലുള്ള ഒരു രീതിയിലൊക്കെ കൊണ്ടുപോകുന്ന ഒരു ക്യാരക്ടറൊക്കെയാണ് നമ്മുടെ വിനീത് ശ്രീനിവാസനൊക്കെ കൊടുത്തിട്ടുള്ളത്. പിന്നെ അൽത്താഫിന്റെ ആണെങ്കിലും മറ്റുള്ളവരൊക്കെ ആണെങ്കിലും എല്ലാവരും നല്ല നല്ല നടന്മാരാണ്. പക്ഷെ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ വലിച്ചു നീട്ടേണ്ട ആവശ്യം ഒന്നും ഇല്ലായിരുന്നെങ്കിൽ പടം ഒന്നുകൂടി നല്ല രസമായിരുന്നു. പിന്നെ നമ്മുടെ നെസ്ലിനെ കാണാൻ നല്ല രസമാണ്, അവനെ കണ്ടിരിക്കാം, നല്ല ഭംഗിയാണ്, അവനെ കണ്ടിരിക്കാൻ നല്ല ക്യാരക്ടറൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അങ്ങനെ അവനെ മാത്രം കണ്ടിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് കഥയിലൊരു ഡെപ്ത് തോന്നുന്നുണ്ട്. ഇതിൽ കഥ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ പലയിടത്തും പല സിനിമയിലും കണ്ടിട്ടുള്ള സെയിം സ്റ്റോറി തന്നെയാണ്. അതായത് ഇവനൊരു സംവിധായകനാവണം, അപ്പോൾ അവനുള്ള സംവിധാനം എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക തരമുള്ള ഒരു വൈബ് സാധനം ഇറക്കാൻ വേണ്ടിയിട്ടാണ് ആശാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതിന് കുറെ തടസ്സങ്ങൾ ഉണ്ടാവുന്നു, വീണ്ടും അത് ഓക്കെ ആവുന്നിടത്തുനിന്ന് പിന്നെയും പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് തടസ്സങ്ങൾ ഉണ്ടാവുന്നു. അങ്ങനെ എന്താ പറയുക, സക്സസ്ഫുൾ ആവാൻ ശ്രമിക്കുന്നു, വീണ്ടും ഡൗൺ ആവുന്നു. അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ, അതായത് ഓടുന്നു വീഴുന്നു എന്ന് പറയുന്ന രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക എന്നല്ലാതെ വേറെ ഒരു ഒരു സംഭവമൊന്നും പ്രത്യേകിച്ച് സിനിമയിലില്ല. അതായത് അവന്റെ കഥ അവൻ വിചാരിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവൻ തിങ്ക് ചെയ്യുന്ന രീതിയിൽ എടുത്ത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് നെസ്ലിൻ്റെത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇങ്ങനെ പടം ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഫ്ലോവിൽ ഇങ്ങനെ പോകുന്നു. അതിൽ വിനീത് ശ്രീനിവാസൻ വന്നിട്ട് ഈ പറയുന്ന പോലെ കുറച്ച് സാധനം ഉണ്ടാക്കുന്നു, ചന്തു വന്നിട്ട് വെറുതെ വന്ന് പോകുന്നുണ്ട്. അതേപോലെ ജഗദീഷിന് ഒരു ഗസ്റ്റ് റോൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഷറഫുദ്ദീന് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള കുറച്ച് കോമഡി, അതായത് കുറച്ച് അലമ്പ് കോമഡി അല്ല, ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ചുള്ള കോമഡി ചാനലുകൾ ഇടുന്നുണ്ട്. പിന്നെ സംഗീതമാണെങ്കിലും എല്ലാവരും ഞാൻ പറഞ്ഞില്ല, എല്ലാവരും നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് ചുരുക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു. കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്, സമയമായോ തീരാനായോ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫിലിം ഭയങ്കര ലാഗായിട്ട് തോന്നുന്ന കാരണം കൊണ്ടാണ് നമ്മൾ സിനിമ തീരാനായോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമുക്ക് ലാഗ് ഫീൽ ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കലും നമ്മളത് നോക്കത്തില്ല. അയ്യോ പടം കഴിഞ്ഞോ, ഇത്ര പെട്ടെന്ന് കഴിഞ്ഞു എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ ആ ഒരു ചിന്തയിൽ നിന്നും ഈ ഒരു സിനിമ കുറച്ച് നീണ്ടുപോയി. ആ നീണ്ടുപോയതൊന്ന് ചുരുക്കിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പിന്നെ അതിന്റെ പാട്ടുകളാണെങ്കിലും നല്ല രസമുണ്ട്. നല്ലതായിട്ട് തന്നെ ഞാൻ പറയുന്നുണ്ട്. പാട്ടുകളും കാര്യങ്ങളൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നെസ്ലിന്റെ ആ ഒരു കോസ്റ്റ്യൂംസും കാര്യങ്ങളും ഒരു പണ്ടത്തെ ലുക്കും എല്ലാം നല്ല രസമായിട്ട് ചെയ്തത്. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നത്, ആ പടം ഒന്നുകൂടി ചുരുക്കിയിരുന്നെങ്കിൽ വളരെ നല്ല രീതിയിൽ ഒന്നുകൂടി സെറ്റാക്കായിരുന്ന ഒരു പടമായിട്ടാണ് എനിക്ക് മോളിവുഡ് ടൈംസ് തോന്നുന്നത്. പിന്നെ ഇതിൽ കൂടുതൽ പ്രത്യേകിച്ചൊന്നും ഈ സിനിമയെ കുറിച്ച് പറയാനില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ സിനിമ കണ്ടവരായിരിക്കും പകുതി ആൾക്കാർ. കാണാത്ത എളുപ്പമുണ്ടെങ്കിൽ OTT റിലീസാണ്, ജിയോ ഹോട്ട്സ്റ്റാറിലുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എനിക്ക് കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ കണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എനിക്ക് കമൻ്റായിട്ട് അറിയണം. അപ്പോൾ അടുത്ത സിനിമയുടെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.